ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഇതാ നമ്മൾ വിരുന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിക്കണേ. ഈ പോരിൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ ഒരു വ്ളോഗായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഒരു ചെറിയ ഷോർട്ട് വീഡിയോ പോലെ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടീനിയോ? രാവിലെ ഇന്നിപ്പോൾ ഞാൻ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അജുവിന് ഉപ്പുമാവ് വേണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ശർട്ടം പിടിക്കാൻ തുടങ്ങിയിരിക്കണ്. അപ്പം ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതിന് ഒന്ന് രണ്ടെണ്ണൊക്കെ ഒന്ന് ചുട്ടെടുത്ത് സോപ്പിടാം എന്ന് വിചാരിച്ച് കുഞ്ഞുട്ടി ഞങ്ങളിവിടെ ഇല്ലാത്ത ദിവസങ്ങളിൽ പലപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവന്ന് കഴിക്കും. ചിലപ്പോൾ മൂത്തച്ചികളുടെ കൂടെ ഒക്കെ പോകും. പക്ഷെ എപ്പോഴൊക്കെ ചെല്ലുമ്പോൾ ഒരു എന്താണ് പോകാൻ കുഞ്ഞുട്ടിക്ക് ഒരു മടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ മുതിച്ചികളോ നാത്തൂനോ ഒക്കെ ഇവിടെ അടുത്തുണ്ട്. ആരടുത്തേക്ക് ചെന്നാലും ഫുഡൊക്കെ കൊടുക്കും. പക്ഷേ മൂപ്പർക്ക് പോകണ്ടേ, എനിക്ക് അങ്ങോട്ട് പോകാനൊരു മടി എന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങനെ പോകുന്നില്ല കേട്ടോ. ഒരാളെയും പോയി ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാവും ആൾ ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കും. അപ്പോൾ ഒരു ദിവസം ആൾ ഇതേപോലത്തെ ഈ പാക്കറ്റ് ചപ്പാത്തി ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ട് അത് ചുട്ടിട്ട് പിന്നെന്താ ഉള്ളി മുട്ട റോസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ ആ ഒരു ചപ്പാത്തി ബാക്കിയുള്ളത് ഫ്രിഡ്ജിലുണ്ടായിനത് എടുത്തിട്ട് അത് ഞാനിതാ ഇതേപോലെയൊക്കെ മുട്ടയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കുകയാണ്. അയക്കഞ്ഞ് വേണമെങ്കിൽ ടൊമാറ്റോ സോസോ പച്ചക്കറികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇപ്പം തൽക്കാലികം ഒരു സാമഗ്രികളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഒരു മുട്ട ഉപ്പിട്ട് വേവിച്ചിട്ട് അതും ഇതിൽ കൂടെ ഒക്കെ കണ്ട് സെറ്റാക്കി കണ്ട് കൊടുത്ത് അങ്ങനെ ഒരു 2 സെറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് ഒരുപാട് പണികളുണ്ട്. നമ്മൾ പെരയിൽ ഒരു ദിവസം നിന്ന് വന്നാൽ തന്നെ ഇഷ്ടംപോലെ പണികളുണ്ടാവും. പക്ഷേ 3-4 ദിവസം നിന്ന് വരുമ്പോൾ പിന്നെ എന്തായാലും കുറേ അലക്കാനും പിടിക്കാനും ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാക്കി ഞാൻ ഉപ്പുമാവാക്കിയത് കേട്ടോ. അപ്പം ഇന്നലെ വീട്ടിൽ നിന്ന് ഉപ്പുമാവ് ഇന്ന് ഇവിടുന്ന് ഉപ്പുമാവ്. എന്താപ്പം ഇത് ഉപ്പുമാവ് റവഞ്ഞും കയ്യിലെന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നു കേട്ടോ. റവ ഇവിടെ എപ്പോഴും അങ്ങനെ വാങ്ങി സ്റ്റോക്ക് ചെയ്യലൊന്നുമില്ല. പക്ഷേ റമദാനിന് കിട്ടിയില്ല ബാക്കിയുള്ള കുറച്ച് റവകളാണ് കേട്ടോ. ഇനിയും കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പം അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ റവ അധികമൊന്നും എടുക്കലില്ല. അപ്പം ഞാൻ എൻ്റെ ചായ കുടിക്കട്ടെ, നമ്മൾ റവ ഉപ്പുമാവും കട്ടൻ ചായയും കൂട്ടിയിട്ട് ചായ കുടിച്ചട്ടെ. കുറച്ച് എനർജിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇവിടെ ബാക്കി കുറച്ചധികം പണികൾ ചെയ്യാണ്ട്. അലക്കല്ലതാണ് ഈ കൊണ്ടുവന്ന് കുന്നു കൂട്ടുന്നത് കേട്ടോ. കുറച്ചും കൂടി ഇനിയുണ്ട് കേട്ടോ അലക്കാൻ. അങ്ങനെ ഞാൻ അലക്കാനുള്ളതൊക്കെ വേഗമാണ് അലക്കിയിട്ടു. രാവിലെ വെയിൽ വരുമ്പോൾ തന്നെ അലക്കിയിടലാണ് കഴിഞ്ഞിട്ട് എനിക്കൊരു സമാധാനമാണ്. ആ അലക്കൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു നെടുവീർപ്പിടലാണ്. അന്ന് പിന്നെ അധികം പണികളില്ല എന്നാണ് എനിക്ക് തോന്നൽ കേട്ടോ. ഇന്നിപ്പോൾ കുറച്ചധികം അലക്കാനും ഉണ്ട്. പിന്നെ കുഞ്ഞുട്ടി ഞാൻ വരുന്നതിന് പിന്നെ തന്നെ കണ്ടറിഞ്ഞ് ആള് പണിക്കുന്ന ഡ്രസ്സൊക്കെ 2-3 കൂട്ടൊക്കെ അലക്കി ഇട്ടിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ എനിക്കതുകൊണ്ട് ആ ഒരു അലക്കൽ ലാഭം കിട്ടി. എന്നാലും ഞങ്ങൾ പോയപ്പോൾ കഴിച്ചിട്ടതും വന്നപ്പോൾ ഇട്ടതും ഒക്കെ ആയിട്ട് പിന്നെ കുഞ്ഞുട്ടിൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ടാവും അലക്കാൻ. അങ്ങനെ അലക്കൽ മഹാമഹം കഴിഞ്ഞ് കിട്ടിയിട്ടാ. കുഞ്ഞുട്ടി അങ്ങനെ ഞാൻ പോയാൽ എപ്പോഴും അങ്ങനെ അലക്കലൊന്നുമില്ല. പക്ഷെ ആൾക്ക് പണിക്കിടാൻ ഒരു 2-3 കൂട്ടം ആണ് കേട്ടോ പണിക്കിടാനാക്കുക. അത് പറ്റിയാവുമ്പോൾ ഒഴിവാക്കിയിട്ട് വേറെ 1-2 കൂട്ടാക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ പണിക്കിടാൻ ഡ്രസ്സില്ലാതെ ആകുമ്പോൾ ആൾ വേഗം അലക്കുന്നതാണ്. അങ്ങനെ എൻ്റെ അമ്മച്ചിനെ ഇവിടെ കാണാനല്ല, ഞാൻ ഉറങ്ങിച്ചപ്പോൾ എയിലോ പോയി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഇവിടെ സാഡായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ വിചാരിച്ചു ഓൻ എന്നെ കാണാത്ത സാഡ്നെസ്സിൽ ഇരിക്കണമെന്നുണ്ട്. മൂക്ക് തോണ്ടിക്കോ അതിൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കണമെന്നുള്ളത് പിന്നല്ലേ മനസ്സിലായത്. ഇന്നിപ്പോൾ അടുപ്പ് കത്തിച്ചാനൊന്നും പോയിട്ടില്ല. ഞാൻ വേഗം ഗ്യാസുമലാണ് അരി തീമിട്ടിരിക്കുന്നത്. അതെന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് അയിമലൊക്കെ ഒന്ന് ഉണ്ടാക്കി വരുമ്പോഴത്തേന് സമയം പോയെങ്കിലും വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം ഗ്യാസുമൽ അരിയൊക്കെ ഇട്ടത് കേട്ടോ. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കട്ടെ. എങ്ങോട്ടേലും പോകാനൊരുങ്ങണതിന് മുന്നേ ഒരുവിധം പണികളൊക്കെ ആ സമയത്തിൻ്റെ ഉള്ളിൽ കഴിച്ച് എടുക്കലാണ് കേട്ടോ എനിക്ക് ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി. എളുപ്പം തീർക്കണം. കാരണം വന്നിട്ട് പിന്നെ എനിക്ക് ഒരുപാട് പണികൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചിനിയത് ഇവിടെ അടുത്ത് ഹോമിയോ ഉണ്ട്. ഹോമിയോയിൽ ഡോക്ടർ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കാം, ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് പോകാം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറച്ച് സമയം ടോക്കനൊക്കെ എടുത്തിരിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് ഒരുവിധം പണികളൊക്കെ തീർത്തിട്ട് പോണതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ
തൽക്കാലികം ഇവിടെ ഹോമിയോയില് ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. സംഗതി എന്താ വെച്ചാല് അജുവിന് ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു കണ്ണൊക്കെ ഒന്ന് ചെറുതായി, കണ്ണിൻ്റെ ഒരു വേദനയും ഒരു ചുമപ്പ് കളറൊക്കെ. അപ്പം ചെങ്കണ്ണാണ് കേട്ടോ. അപ്പം അതൊന്ന് കൊണ്ടുപോയിക്കാണ്ട് കാണിക്കാൻ പോയതാണ്. ഞാനും പിന്നെ എൻ്റെ അസിസ്റ്റൻറ്റും ഓനും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പോയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് 2 വിധം മരുന്നും പിന്നെ കണ്ണിൽ ഉറ്റിക്കാനുള്ള മരുന്നും ഒക്കെ കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ സേനക്കുട്ടിനെ കൊണ്ടുപോയാലുള്ള പ്രശ്നം എന്താ വെച്ചാല് ഈ മരുന്നൊക്കെ ഒരു വിഹിതം മോനും വേണം. മധുരമുള്ള മരുന്നല്ലേ ഹോമിയോ മരുന്ന്. അതുകൊണ്ട് ഓനതിന് കുറച്ചേരൊക്കെ കച്ചറ കൂടിയിട്ടുണ്ടേനി. ഞാന് രാവിലെ ചോറ് മാത്രമാണ് വെച്ചിക്കണത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ചമ്മന്തി പിന്നെ വന്നിട്ട് മുട്ടയൊക്കെ പൊരിച്ചിട്ട് ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടാന്നൊക്കെ വിചാരിച്ചിട്ട് ചോറ് ഞാൻ വെക്കും കേട്ടോ. എങ്ങോട്ട് പോവുകയാണെങ്കിലും വേഗം ചോറ് വെച്ചേക്കും. കൂട്ടാൻ പിന്നെ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിക്കാണ്ട് നമുക്ക് അപ്പോൾ തൽക്കാലികം വിശപ്പടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടേനി. അങ്ങനെ പിന്നെ ഏതായാലും ഹോമിയോയിലൊക്കെ പോയി വന്നതിന് ശേഷം സമാധാനത്തിൽ ഞാൻ ചോറിന് കറികളൊക്കെ ഉണ്ടാക്കണേ. അപ്പം ഞാൻ മാങ്ങയും മുരിങ്ങക്കായിട്ട് കറിയൊക്കെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ കടയിൽ പോയി നോക്കുമ്പോൾ മുരിങ്ങക്കായി ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ തപ്പിയപ്പോഴാണ് മാങ്ങ മാത്രമായിട്ട് കറി വെക്കുന്നത് കണ്ടു കേട്ടോ. അപ്പം എന്തെന്ന് മാങ്ങ മാത്രമായിട്ടുള്ളൊരു കറിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം കേട്ടോ. അതിക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചിയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്ത്, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് ചെറുള്ളി വേണം. ഈ ചെറുള്ളി ഈ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു പകുതി മുക്കാൽ വേവാവണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ചെറുള്ളി ഇങ്ങനെ കടിക്കും കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് വഴണ്ടി വരാനുള്ള സമയം കൊടുത്തേന്. അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് നമുക്കിങ്ങനെ തുറന്നു നോക്കിയിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. അജുവിന് ചെങ്കണ്ണായതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ അയക്കണുണ്ടായില്ല. അതുകൊണ്ട് ഓരോ പണികളായിട്ട് എൻ്റെ പിന്നാലെ തൂയിപ്പിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഓൻ എന്നോ കുറച്ച് ഇരുളിൻ്റെ കായ ഉണ്ടല്ലോ, ഇതേപോലത്തെ ഇരുളുമ്പെന്ന് കിട്ടുന്ന ഈ ഒരു സാധനം, ഇരുളിൻ്റെ ആ ഒരു കായുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള ഈ കുഞ്ഞു കായ്കൾ. അപ്പം അത് ഓന് എന്നോ പൊറുക്കി വെച്ചതാ. ആളതൊക്കെ മറന്നു പോയിക്കണ് വേറെ കളിൻ്റെ തിരക്കിൽ. ഇതൊക്കെ ആളെന്നോ വിട്ടേനിട്ടാ. പക്ഷെ ഇപ്പം വെറുതെ കുത്തിരുന്നപ്പോൾ അതൊക്കെ എടുത്തോണ്ടെന്ന് അതൊന്ന് വറുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ പിന്നാലെ കൂടിയേനെ. അതുകൊണ്ട് അതൊരു തല വറുക്കണമുണ്ട്, നമ്മളെ മാങ്ങാക്കറി ഇവിടെ റെഡിയാക്കണമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉള്ളി ഒന്ന് വഴണ്ടി വന്നപ്പോൾ മാങ്ങ ചേർത്തെടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ മാങ്ങ ഒന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. എനിക്ക് പിന്നെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അത് എങ്ങനെ കിട്ടിയാലും മാങ്ങ തിന്നു കേട്ടോ. പുളിയുള്ള സാധനത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇവിടെ ഇതാ പൊട്ടി കുരുവൊക്കെ ഇങ്ങനെ പൊട്ടി വരും കേട്ടോ. ആ തോട് പൊട്ടി വരുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പ് ആ തോട് കളയുക. അതിൻ്റെ ഉള്ളിലൊരു നമ്മളെ കശുവണ്ടി വരയ്ക്കത്തൊരു പരിപ്പൊക്കെ ഉണ്ടാവും. അത് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ വറുത്ത് കൊടുത്തേക്കണം കേട്ടോ. കൊടുക്കുക മാത്രമല്ല അത് കണ്ടപ്പോൾ എനിക്കും എൻ്റെ ആ പഴയ നൊസ്റ്റാൾജിയൊക്കെ പൊട്ടി. അപ്പം ഞാനും അതിന് 2 മിസ്കി കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. പണ്ട് ഇതൊക്കെ പൊറുക്കി എത്ര നടന്നതാ, തല്ലും മുടിയും കൂടി കൂട്ടുകാരൊക്കെ ആരൊക്കെ ബസ് തോനെ കിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്ത് നമ്മളിതൊക്കെ എത്ര കഴിച്ചതാല്ലേ. നമ്മളെ കറിക്ക് തിരിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ അതിക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു 2 അല്ലി മറ്റേ ചെറുള്ളി ഉണ്ടല്ലോ കുറച്ച്, പിന്നെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വരെ എല്ലാവരും പാടെ കൂട്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് മാങ്ങ വെന്ത് ഞാൻ ഓഫാക്കിയിട്ടുണ്ടേനെ. ഒരുപാട് ഉടക്കണ്ടാത്തതുകൊണ്ടാണ് ഞാൻ വേഗം ഓഫാക്കിയത്. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് മിക്സി കുറച്ച് പണി തന്നീനു. ഞാൻ അരക്കാനെടുത്ത് ചെറിയ ജാറും കൊണ്ടുവന്നപ്പോൾ വലിയ ജാറും, എന്താ മായാജാലല്ലേ. ചെറിയ ജാറിൽ അരച്ചു വെക്കുമ്പോൾ എങ്ങനെ ആയാലും അത് അരഞ്ഞു കിട്ടണില്ല. അത് മാറ്റി വലിയ ജാറൊക്കെ വെക്കുമ്പോൾ അതും അരഞ്ഞു കിട്ടണില്ല. മിക്സി ഇങ്ങനെ ബാറിന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ കാര്യം നടക്കണില്ല എന്നുള്ളതാണ്. ഒരുവിധം കുറച്ചൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടിയപ്പോൾ ഞാനിതീ കൊണ്ടുവന്ന് ഒഴിച്ചു കേട്ടോ. ഇങ്ങനെ എല്ലാവരും അരയേണ്ടീന് നല്ല പോലെ ഫൈനായിട്ട് അരഞ്ഞു കിട്ടുകയാണെങ്കിൽ ആ കറിൻ്റെ ലുക്ക് തന്നെ നല്ല ചൊറുക്കേന്. എന്താ കാട്ടണേ, മിക്സി പണി മുടക്കി. ഇനി നമ്മളെ ടെക്നീഷ്യൻ വൈകുന്നേരം വന്നിട്ട് അതിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലംസ് എന്താന്നൊക്കെ മൂപ്പര് ചിലപ്പോൾ കണ്ടുപിടിച്ച് നന്നാക്കും. അല്ലെങ്കിൽ പിന്നെ വലിയ ടെക്നീഷ്യന്മാരെ അടുത്തൊക്കെ കൊണ്ടുപോയി നന്നാക്കേണ്ടി വരും. അങ്ങനെ കറി റെഡിയായി. ഇനി പയ്യൊന്ന് കടുകിട്ടെടുക്കാം. കടുകിടുമ്പോൾ ഇങ്ങനെ ഫോണുമ്പോൾ പൊടി തെറിച്ചണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പിടിച്ചത് കേട്ടോ. എന്നിട്ടേക്ക് കടുക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മണി ഉലുവ ഇടാം, ഒരു കുഴപ്പമില്ല.
എന്നിട്ട് പിന്നെ ചെറുള്ളിയും ഈ വറ്റൽമുളക് ഉണ്ടല്ലോ അത് തീരെ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം നേരെ ഇട്ടോളി. എന്നിട്ട് പിന്നെ കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ കറിക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താണ്ടല്ലോ അടിപൊളിയാണ് ഈ കറി. വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ശർക്കര പൊട്ടൊക്കെ ഇട്ട് കൊടുക്കാട്ടോ. ശരിക്കും നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഇല്ലേ, ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഈ എരിവും ഈ പുളിയൊക്കെ മതി. എനിക്ക് മധുരം വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ശർക്കര പഞ്ചസാര ഒന്നും ചേർത്തിട്ടിട്ടില്ല കേട്ടോ. അടിപൊളി കറിയാണ്. എന്തായാലും മാങ്ങ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള നമ്മളെ ഇരുളിൻ്റെ കായ് ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ തിന്നൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സെനിക്കുട്ടനൊക്കെ ഉള്ളത് ഇങ്ങനെ പൊട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടേനി. പിന്നെ മത്തി കിട്ടിയിട്ടുണ്ടേനി, അത് ഞാൻ മസാലയൊക്കെ പറ്റി വെച്ചിക്കണേ. വെളുത്തുള്ളി ചതച്ചതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും പിന്നെ കുറച്ച് ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്തിട്ട് മസാല വറ്റി വെച്ചിട്ടുണ്ടേനി കേട്ടോ ഞാൻ കുറച്ച് നേരമായിട്ട്. അപ്പം അത് ഉച്ചക്കൊക്കെ ആവശ്യത്തിനുള്ളത് മാത്രം ഇങ്ങോട്ട് പൊരിച്ചെടുക്കും. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കുക, വൈകുന്നേരത്തിന് അപ്പം ചൂടോടക്കിന് പൊരിച്ചെടുക്കുക. അങ്ങനെയാണ് ഞാൻ അധികം ചെയ്യാട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ നേരത്തെ പറിച്ചോണെന്ന് ബാക്കി ഉണ്ടെങ്കിൽ ഒരിത്തിരി അതിന് മുകളിൽ കൂടെ ഇട്ടെടുക്കാം. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഇന്ന് ഉച്ചക്ക് ആ മാങ്ങാക്കറി മാത്രം മതി കേട്ടോ. ഈ മീനൊക്കെ പിന്നെ അധികം പറ്റാണ് എന്നെ സംബന്ധിച്ച്. പക്ഷെ മക്കളുള്ളതുകൊണ്ട് ഒരിക്കതൊക്കെ വേണം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഉച്ചക്കൊക്കെ പൊരിച്ചത്. മക്കൾക്കും കുഞ്ഞുട്ടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മീനോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് കൂട്ടാൻ വേണം. ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി അടിച്ചു വാരലും തുടക്കലും എല്ലാവിധ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. നമ്മൾ അല്ല, ഞാൻ മിക്കവാറും അങ്ങനെയാണ്. മക്കളും ഏകദേശം അതേപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ഒരിക്കും കൊടുക്കുക. കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വിളിച്ചാനും ഇതൊക്കെ മടിയേക്കാരം. അപ്പോൾ അതുകൊണ്ട് എല്ലാ പണികളും തീർന്നതിന് ശേഷം ഫുഡ് കഴിക്കലാണ് ഇവിടെ പരിപാടി. എൻ്റെ കുട്ടിയാണെങ്കിൽ അതിൻ്റെ അടി കൂടെ തുള്ളി തുള്ളി എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എവിടുന്നാണ്ടൊരു മെഡലും കിട്ടി ആ മെഡൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പണിയാണ്. ഞാനവിടെ തുടക്കും ഓളതിൻ്റെ അടി കൂടെ വന്ന് അതിങ്ങനെ കാണിച്ചു തരും. നമ്മളെ ഫോണ് തുടച്ചോടത്തുകൂടെയല്ലേ പാപ്പണ്ണി ചവിട്ടി പോണ്. ആ കാലിൻ്റെ കൊച്ചിലേക്കൊന്ന് കൊടുക്കേനു. ഞാനാണെങ്കിൽ അത് ആ സമയത്ത് മറന്നു ചെയ്തു. എനിക്ക് ഈ തുടച്ചോടത്തു കൂടെ ഉണ്ടല്ലോ അപ്പം ഇറങ്ങി നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യം പിടിച്ച പരിപാടിയാണ് കേട്ടോ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് കുളിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് വിളമ്പുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചോറ് വിളമ്പണമൊന്നും കാണിച്ചിട്ടില്ല. അത് ഞാനൊരു ഷോർട്ട് വീഡിയോ പോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടേനെ. അപ്പം ഞാനതൊക്കെ സെറ്റ് ചെയ്യണത് കണ്ടിട്ട് അതേപോലെ നീയക്കുട്ടി സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ആ ഒരു പ്ലേറ്റിൽ കാണാനുള്ളത്. ഞാനിവിടെ രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 7-8 മണിൻ്റെ ഉള്ളിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അകത്താവുകയെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കാണ് ഫുഡ് കഴിക്കുക. അതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുക എന്നല്ലാതെ ഫുഡ് കഴിക്കണ പരിപാടി ഇല്ല കേട്ടോ. പത്തിനിക്കഞ്ഞൊന്നും ഞങ്ങൾക്കില്ല. ആ ഒരു സിസ്റ്റം ഇവിടെ അല്ല കേട്ടോ. മക്കൾക്കും ഞാൻ അങ്ങനെ കൊടുക്കലില്ല. ഇനിയിപ്പോൾ ഒരു കിടക്ക് വിശക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാന്നല്ലാതെ നിർബന്ധിച്ച് ഞാനൊരു 10 മണിക്കഞ്ഞൊന്നും ഒലിക്ക് കൊടുക്കലില്ല. ആ ഒരു രാവിലത്തെ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേനും ഒലിക്ക് നല്ലപോലെ വിശക്കും ചെയ്യും. അപ്പോൾ ഒലിക്ക് വയറ് നിറച്ച് ചോറും കഴിക്കും. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉച്ചയാണ് സമയത്ത് ഞങ്ങൾക്ക് രുചിയേക്കാൾ വിശപ്പിൻ്റെ വികാരമാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുക. നല്ല വിശക്കും, കാരണം എല്ലാ പണിയൊക്കെ ചെയ്ത് വരുമ്പോഴേ. അപ്പോൾ പിന്നെ പള്ള നിറച്ച് അങ്ങോട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ പള്ളയൊക്കെ നിറച്ച് കുറച്ച് സമയം ഒന്ന് കടന്ന് നീച്ചപ്പോഴത്തേന് കെട്ടിയോ വന്നിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ ആളെടുത്ത് ഞാൻ മിക്സിൻ്റെ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ടേ കേട്ടോ. അപ്പം ആള് പറഞ്ഞ് ഇതിനെ നെട്ടൊക്കെ ലൂസായതാണെന്നൊക്കെ പറഞ്ഞ് ആളതൊക്കെ ടൈറ്റാക്കി തന്നിക്കണേ. ഇനി അടുത്ത അര അരക്കുമ്പോൾ നോക്കാം നമുക്ക് ശരിയായിക്കണോ എന്താ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ബ്ലേഡ് ഇങ്ങനെ കറങ്ങാനൊക്കെ ഒരു പ്രയാസം അങ്ങനെ എന്തൊക്കെയൊക്കെ ആയിരുന്നു. എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. എന്തായാലും ആള് റെഡിയാക്കി തന്നിക്കണം. അതുകൊണ്ട് നമുക്ക് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് നമ്മളെ മിക്സി ജാറൊക്കെ ശരിയായി കിട്ടിക്കണം കേട്ടോ. ആ ഉച്ചമയൊക്കെ കഴിഞ്ഞ് നീച്ചാൽ പിന്നെ എനിക്കറിയില്ല ഭയങ്കര ഒരു മന്ദപ്പേക്കാരം. അതുകൊണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വ്ളോഗ് എടുക്കാനൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പം താൽക്കാലികം നല്ല ചൂടാണെങ്കിലും ഒരിത്തിരി ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഉറക്കച്ചടവണ് മാറൂല. അപ്പോൾ ഒരിത്തിരി ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ, ബിസ്ക്കറ്റും കൂട്ടിയിട്ട്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അഭിപ്രായം കമൻറ്റും ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.